പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുമേ, തോമസ് അച്ഛനാണ്. നമ്മുടെ സന്ദേശങ്ങളൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ അറിയിക്കണം, എത്തിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ സന്ദേശങ്ങളും ലോകം മുഴുവനും അറിയിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും മുൻകൈ എടുക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ സ്നേഹത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. പരിശുദ്ധപിതാക്കന്മാരുടെ 2 ചാക്രിക ലേഖനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. സ്നേഹം എല്ലാ ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് അവർ പറഞ്ഞു വെച്ചു. ഹൃദയം കൊണ്ട് സ്നേഹിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും അവഗണിക്കാൻ, അതിജീവിക്കാനായിട്ട് സാധിക്കുമെന്ന് അവർ പറഞ്ഞു. എറിക് എറിക്സൺ എന്തുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുകൊടുത്ത് സ്നേഹിക്കാൻ സാധിക്കാത്തത്? അദ്ദേഹം 8 ഘട്ടങ്ങൾ പറഞ്ഞു. നമ്മൾ 4 ഘട്ടങ്ങളെക്കുറിച്ച് കേട്ടു. ഇന്ന് 5 മുതൽ 8 വരെയുള്ള ഘട്ടങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മെ വിട്ടുകൊടുത്ത് സ്നേഹിക്കാൻ സാധിക്കാത്തത്? അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പോരായ്മകളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. 5-മതായിട്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: അടുപ്പം അല്ലെങ്കിൽ ഏകാന്തത. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ടീനേജ്, 13 to 19, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അവരിൽ എന്നൊരു വ്യക്തിത്വ വികാസം, അവരിലെ യുവത്വം വളരാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് കൗമാരക്കാലം. ഈ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾ എപ്പോഴും മക്കളോട് കൂടെ ആയിരിക്കണം. എന്നാൽ അവരുടെ ജീവിതം എന്താണ്? പിയർ ഓറിയൻറ്റഡ് എന്ന് പറയും. കൂട്ടുകാരെന്തോ അതാണ് അവർ ആയിത്തീരുന്നൊരു കാലഘട്ടമാണ്. പക്ഷെ നമ്മൾ അവരുടെ പിറകെ ഉള്ള ചിന്ത അവർക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട്, സ്വയം തീരുമാനിക്കാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് അവർ ചിന്തിക്കുന്നൊരു കാലഘട്ടം. നമ്മൾ തീർച്ചയായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പക്ഷേ ഈ കാലഘട്ടങ്ങൾക്ക് അവർക്ക് വേണ്ടത്ര പ്രോത്സാഹനവും വേണ്ടത്ര സഹകരണവും ഒക്കെ ലഭിച്ചില്ലെങ്കിൽ അവർക്ക് അടുപ്പം, അവർക്ക് എന്ത് സംഭവിക്കും? അവരുടെ വ്യക്തിത്വ വികാസത്തെക്കാളും അധികമായിട്ട് അവർക്ക് സംശയം തോന്നുന്ന ഒരു കാലഘട്ടമാണ്. തങ്ങളുടെ ജീവിതം ശരിക്ക് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണോ എന്നൊക്കെ തോന്നുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇദ്ദേഹം ഈ കാലഘട്ടത്തെ പറയുന്നത് പ്രകാരമാണ്: വ്യക്തിത്വ വികസനം, ഒപ്പം അത് സംഭവിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന സംശയവുമാണ്. 6-മത്തെ കാലഘട്ടം കുറച്ചും കൂടി ശക്തമാണ്. അടുപ്പം അല്ലെങ്കിൽ ഏകാന്തത. അടുപ്പം അല്ലെങ്കിൽ ഏകാന്തത അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇൻറ്റിമസി. നമുക്കറിയാം, 19 കഴിഞ്ഞ് 20 മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. വിവാഹം കഴിക്കുന്നു, ജോലി നേടുന്നു, മക്കളുണ്ടാകുന്നു, അവരുടെ കാലഘട്ടങ്ങൾ മക്കളോട് കൂടിയായിരിക്കുന്നു, ഭാര്യയോട് കൂടിയായിരിക്കുന്നു. ഇങ്ങനെ അടുപ്പത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 20 മുതൽ 40 വരെ ഏറ്റവും ശക്തമായിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആ ഇൻറ്റിമസി, അടുപ്പത്തിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നിനോടും താല്പര്യമില്ല. നമുക്കറിയാം, വിവാഹമോചനത്തിൻ്റെയൊക്കെ ഘോഷയാത്രയാണ് നമുക്ക് പറയുന്നത്. പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് 2-ാം വാക്കിന് വിവാഹമോചനം എന്നുള്ള ചിന്തയിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും യഥാർത്ഥത്തിൽ ഇൻറ്റിമസി, അടുപ്പം സംഭവിക്കാത്തതെന്നാണ്. 7-മതായിട്ട് അദ്ദേഹം പറയുന്നത് ഉൽപാദനക്ഷമത അല്ലെങ്കിൽ സ്തംഭനാവസ്ഥ. 45 മുതൽ 60 വരെ വയസ്സ് വരെയുള്ള കാലഘട്ടം. മക്കളുണ്ടായി, അവർ വിവാഹം കഴിച്ചയക്കുന്നു, അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, അങ്ങനെ തകൃതമായിട്ട് നടക്കുന്നൊരു കാലഘട്ടമാണ്. ചില മാതാപിതാക്കളാണെങ്കിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കും. മക്കളുടെ കാര്യത്തിലും ഒന്നിനോടും താല്പര്യമില്ല. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ആദ്യകാലഘട്ടങ്ങളിൽ സംഭവിച്ചു പോകുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ അതിജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. 8-മത്തെ ഘട്ടം എന്താണെന്ന വാർദ്ധക്യം. 65 മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടം. ഇത് ഒന്നിലും സമഗ്രത, ഹോൾനെസ്സാണ്, അല്ലെങ്കിൽ എന്താണ്? നിരാശയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ വാർദ്ധക്യത്തിലെത്തി മരിച്ചു പോകുന്നവരെ കണ്ടിട്ടില്ലേ? പലരും ദുഃഖത്തിലും പ്രയാസത്തിലാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു തിരിഞ്ഞുനോട്ടം നോക്കുമ്പോഴേ മക്കൾ നന്നായില്ല, മക്കളുടെ ജീവിതം ശുഭമായില്ല, മക്കൾ വഴിപിഴച്ചു പോയി, ഇങ്ങനെ ആകെ നിരാശപ്പെട്ടു പോകുന്നൊരവസ്ഥയിൽ ഇതെല്ലാം. അപ്പോൾ അത് ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള അവൻ്റെ കുറ്റമാണെങ്കിൽ അല്ലെങ്കിൽ അവളുടെ കുറ്റമാണെന്ന് വെച്ചാൽ അല്ല. ഈ ചെറുപ്പത്തിലേ തുടങ്ങി, അതായത് വിശ്വാസവും അവിശ്വാസവും എന്നുള്ള ജനനം മുതൽ ആ 1.5 വയസ്സ് കാലഘട്ടം തുടങ്ങി ഓരോ ഘട്ടത്തിലൂടെ പോകുമ്പോഴും അത് യഥാർത്ഥത്തിൽ ആ വളർച്ചയിലൂടെ കടന്നു പോയില്ലെങ്കിൽ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന വിഷമതകളാണ്.
ഇതെല്ലാം സ്നേഹത്തെ വളരെ സാരമായിട്ട് ബാധിക്കും. നമുക്കറിയാം, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവൻ സ്നേഹത്തിൻ്റെ ആകെത്തുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത് അതിനാണല്ലോ, സ്നേഹിക്കുവാനായിട്ടല്ലേ. അപ്പോൾ നമുക്ക് സ്നേഹത്തിന് കുറവ് വരുന്നതിന് കാരണം നമ്മൾക്ക് അതിജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നമ്മുടെ വൈകല്യങ്ങളും കുറവുകളും പോരായ്മകളുമാണ്. ഈശോ എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം. അതുമൂലം നിങ്ങളെ ലോകം അറിയുന്നത് എൻ്റെ ശിഷ്യന്മാരായിട്ടാണ്. നമുക്ക് നമ്മുടെ പോരായ്മകളെയും പരിമിതികളെയൊക്കെ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട്, അതൊക്കെ ഒന്ന് അതിജീവിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, അതിനെക്കുറിച്ചുള്ള അവബോധമുള്ളവരായിക്കൊണ്ട് സ്നേഹത്തിൽ നിറയാനായിട്ടുള്ള വലിയ തീവ്രമായിട്ട് ആഗ്രഹിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.